പീരുമേട്ടിലെ തോട്ടവും മൂന്നാറിലെ ഫാം ഹൗസും അർച്ചനയുടെ കുഞ്ഞിന്റെ പേരിലേക്കും, പൊന്മൂടിലെ റിസോർട്ടും ചില പ്രോപ്പർട്ടീസും ആതിരയുടെ കുഞ്ഞിന്റെ പേരിലേക്കാണ് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ വായിച്ചു നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാം. അർച്ചനയുടെയും ആതിരയുടെയും കുട്ടികളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാനുള്ള പ്രോപ്പർട്ടിയുടെ ഡ്രാഫ്റ്റായത്. നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. കൊടുക്ക. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇതിലിപ്പം പ്രത്യേകിച്ച് എന്താ അഭിപ്രായം പറയാനാ അച്ഛാ? അച്ഛന്റെ തീരുമാനത്തില് ഞങ്ങൾക്കാർക്കും ഒരു എതിരുമില്ല. ഇത്ര വേഗത വേണമായിരുന്നോ എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ. സച്ചേട്ടന്റെ അഭിപ്രായം തന്നെയാണ് എനിക്കും. അവര് ചെറിയ കുട്ടികളല്ലേ. അതിനെന്താ കുഴപ്പം? തൽക്കാലം അവരുടെ പേര് പ്രോപ്പർട്ടി എഴുതി വെക്കുന്നു മാത്രമേ ഉള്ളൂ. നിലവിലുള്ളതിന്റെ നടത്തിപ്പിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. പക്ഷേ ആ പ്രോപ്പർട്ടി എന്നുള്ള ലാഭം മുഴുവനും ആ കുട്ടികളുടെ പേരിലുള്ള ഒരു അക്കൗണ്ടിലേക്കായിരിക്കും പോകുന്നത്. ഓ, അത് ശരി. അപ്പൊ അതാണ് പ്ലാൻ. ലാഭം മുഴുവൻ കുട്ടികളുടെ അക്കൗണ്ടിലേക്ക്. പ്രായപൂർത്തിയായി കഴിയുമ്പോഴേക്കും രണ്ടുപേരും കോടീശ്വരികൾ. ഇത് ഞാൻ സമ്മതിക്കില്ല. എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ നമുക്കിനിയും ചേർക്കാവുന്നേ ഉള്ളൂ. എല്ലാം അച്ഛൻ പറയുന്ന പോലെ ചെയ്താൽ മതി. കൊടുക്കുന്നത് കുറഞ്ഞു പോയോ എന്ന സംശയം മാത്രമേ ഉള്ളൂ എനിക്ക്. രണ്ടുപേരും നമ്മുടെ കുട്ടികളല്ല അച്ഛാ. എത്ര കൊടുത്താലും ഒരു കുഴപ്പമില്ല. അത് ശരി. അപ്പൊ വാരിക്കോരി കൊടുക്കാനാണ് പ്ലാൻ. ഇത് ഞാൻ ശരിയാക്കി തരാം. ഇതിനും പറ്റിയത് സ്നേഹയാണ്. അപ്പോ ഇങ്ങനെ തന്നെ രജിസ്റ്റർ ചെയ്യാലോ അല്ലേ? നന്ദ, നീ അതൊന്നുകൂടി വായിച്ചു നോക്ക്. ലീഗൽ പോയിന്റ്സ് എല്ലാം കറക്റ്റാണ്. ഇനി പ്രോപ്പർട്ടിയുടെ മറ്റ് ഡീറ്റെയിൽസും കൂടി ചേർത്താൽ മതി. ആ കുഞ്ഞിനെ എങ്ങനെ കിട്ടിയെന്ന് ആർക്കറിയാം? അപ്പോ പ്രസവിക്കാതെ അവർക്കൊരു കുഞ്ഞിനെ കിട്ടിയല്ലേ? ദത്തെടുത്തതാണെങ്കിലും ആ കുഞ്ഞ് നെല്ലിശ്ശേരിയിലാ വളരുന്നത്. അത് മറക്കണ്ട. അതിന് നിയമപരമായ അർച്ചനെടുത്ത് ആ കുഞ്ഞിനെ ദത്തെടുത്തിട്ടില്ലല്ലോ. എവിടുന്നോ കിട്ടിയൊരു കുഞ്ഞിനെ വളർത്താൻ വേണ്ടി അവരിങ്ങോട്ട് കൊണ്ടുവന്നു. എത്ര കാലം അവര് വളർത്തുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. താനാ കുഞ്ഞിനെ കണ്ടോ? ഞാൻ അതിനെ നോക്കിയത് പോലുമില്ല. ഒരു ഡ്രൈവറുടെ കുഞ്ഞിനോട് ഞാൻ എന്തിനു സിമ്പതി കാണിക്കണം? ഞാൻ പിന്നെ വിളിക്കാം. നീ ഇങ്ങനെ കൂട്ടുകാരോട് വീഡിയോ കോളിൽ സംസാരിച്ചുകൊണ്ട് ഇതിനകത്ത് തന്നെ ഇങ്ങനെ അടച്ചിരുന്നോ? പുറത്ത് നടക്കുന്നവല്ലോ അറിയുന്നുണ്ടോ? അതിനിപ്പോ പുതുതായിട്ട് എന്താ അറിയാനുള്ളത്? നിന്റെ അച്ഛൻ അഡ്വക്കേറ്റിനെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. നീ അറിഞ്ഞില്ലേ? നെല്ലിശ്ശേരിയിലെ സ്വത്തിന്റെ വലിയൊരു പങ്ക് ആ ഡ്രൈവറിന്റെ കൊച്ചിന്റെ പേരിൽ എഴുതി കൊടുക്കാൻ പോവാന്ന് നിന്റെ അച്ഛൻ. സംശയിക്കണ്ട, അർച്ചനയുടെ വളർത്തുപുത്രിക്ക് നിന്റെ അച്ഛന്റെ വക സമ്മാനം. ആതിരയുടെ കുട്ടിയുടെ പേരിൽ സ്വത്തുക്കൾ എഴുതി വെക്കുന്നത് മനസ്സിലാക്കാം. പക്ഷേ അർച്ചനയുടെ ദത്തുപുത്രിയുടെ പേരിൽ എന്തിനാ ഇപ്പൊ ഈ സ്വത്തുക്കളൊക്കെ എഴുതി വെക്കുന്നേ? നാളെ ആ കൊച്ചിന്റെ അവകാശവും പറഞ്ഞുകൊണ്ട് യഥാർത്ഥ ബന്ധുക്കൾ വരില്ലെന്ന് ആര് കണ്ടു? ചിലപ്പോ കുട്ടിയെ മോഷ്ടിച്ചതിന്റെ പേരില് അവളെ അറസ്റ്റ് ചെയ്തോണ്ട് പോവാൻ പോലീസായിരിക്കും വരുന്നത്. മൈനറായ കുട്ടിയുടെ പേരിൽ ഇപ്പൊ
പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. എങ്കിൽ എനിക്കതൊന്നും അറിയണം. എന്നേക്കാൾ വലിയ സ്ഥാനം വലിഞ്ഞു കയറി വന്ന ആ കൊച്ചിന് ഈ വീട്ടിലുണ്ടെങ്കിലേ ആ വിശ്വാസം ഞാനങ്ങ് മാറ്റിക്കൊടുത്തോളാം. ഞാനിതിലൊന്നും ഇടപെടുന്നില്ല. കേട്ടതിന് മറുപടി പറഞ്ഞേ ഉള്ളൂ. ഈ സ്വത്ത് കൈമാറ്റത്തിന് എനിക്ക് സമ്മതമല്ല. ഇപ്പൊ ഈ കുട്ടികളുടെ പേരിൽ സ്വത്തുക്കളൊന്നും എഴുതി വെക്കാൻ പറ്റില്ല. അത് തീരുമാനിക്കേണ്ടത് നീയല്ല, അച്ഛനാ. അച്ഛന്റെ ഒരു തീരുമാനത്തിനും ഇതുവരെ ഞങ്ങൾ ആരും തന്നെ എതിര് പറഞ്ഞിട്ടില്ല. നെല്ലിശ്ശേരിയിൽ ഇന്ന് കാണുന്ന ഈ സ്വത്തുക്കളെല്ലാം ഉണ്ടാക്കിയെടുത്തത് അച്ഛന്റെ അധ്വാനം കൊണ്ടാ. അത് ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അച്ഛനാണ്. അതില് നിനക്ക് അഭിപ്രായം പറയാനുള്ള ഒരു അവകാശവും ഇല്ല. അതിന് ഞാൻ സേതുമാധവന്റെ മകളല്ലാതിരിക്കണം. സ്വത്തുക്കൾ എഴുതി വെച്ച് കഴിഞ്ഞ് ആ കുഞ്ഞിന്റെ പേരിൽ പുതിയ അവകാശികൾ വന്നാ നിങ്ങൾ എന്ത് ചെയ്യും? ആ സ്വത്തുക്കളെല്ലാം അന്യദിനപ്പെട്ടു പോവില്ലേ? അതിന് ഞാൻ അനുവദിക്കില്ല. ഇങ്ങനെ ഒരു സ്വത്ത് കൈമാറ്റം ഇപ്പൊ ഈ വീട്ടിൽ വേണ്ട.